ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യു.കെയിലെ നിരവധി വിസ തട്ടിപ്പുകാരെക്കുറിച്ചും തട്ടിപ്പ് സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും യു.കെയിൽ ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മുടെ അറിവിലില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. 2006 ഫ്രോഡ് ആക്ട് 2006 ഫ്രോഡ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പ്രകാരം യു.കെയിൽ ആദ്യമായിട്ട് ഒരു മലയാളി വിസ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹത്തിന് കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. അതിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി. പക്ഷേ ഇപ്പോൾ ആ ജാമ്യവും റദ്ദാക്കിയതായിട്ടുള്ള വാർത്ത എന്നെ അറിയിച്ചത് ഈ അറസ്റ്റിലായ ആൾ തന്നെയാണ്. ഇയാൾ സത്യം പറഞ്ഞാൽ നിരപരാധിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു തട്ടിപ്പുകാരൻ വിസ ശരിയാക്കി കൊടുത്തു. ആ വിശ്വാസത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും കൂടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഈ തട്ടിപ്പുകാരനെ സമീപിച്ചു. തട്ടിപ്പുകാരൻ പറഞ്ഞു, നീ നിൻ്റെ അക്കൗണ്ടിൽ പൈസ മേടിക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തരിക, ഞാൻ നിങ്ങൾക്കൊക്കെ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആളുകളുടെ നിന്നൊക്കെ 10 ലക്ഷം രൂപ വീതം ഇദ്ദേഹം കളക്ട് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കളക്ട് ചെയ്യുകയും ഈ തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. തട്ടിപ്പുകാരൻ്റെ പേര് സുജിത് ലാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സുജിത് ലാൽ പൈസ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഫേക്ക് COS കൊടുത്തു. അവൻ രക്ഷപ്പെട്ടു. അവൻ എവിടെയാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഈ പൈസ കളക്ട് ചെയ്ത് കൊടുത്ത മലയാളി, ഈ സ്റ്റുഡൻറ്റ് വിസയിൽപ്പെട്ട മലയാളി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പരിങ്ങലിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന് തുടർന്ന് യു.കെയിൽ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ മിക്കവാറും ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നേക്കാം. പൈസയും പോയി, ജയിലിലും കിടക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം തട്ടിപ്പുകാരെ സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഫർ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് പണി കിട്ടാൻ സാധ്യതയുണ്ട്. വിസ തട്ടിപ്പുകാരെ ഒരു കാരണവശാലും നിങ്ങൾ സഹായിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാവുള്ളൂ. ഇപ്പോഴും നാട്ടിൽ നിന്ന് പലരും ഇന്നലെ എന്നെ 27 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ഒരു യുവതി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 9 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ UK വിസ കിട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് 9 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി ഇനി 21 ലക്ഷം രൂപ കൂടെ കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നൊരു യുവതി എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യുവതിയോട് പറഞ്ഞു, ഒരു കാരണവശാലും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. 27 ലക്ഷം പോയ ആളുടെ കാര്യം വളരെ കഷ്ടമാണ്. ആ പൈസ തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അവർ ഭൂലോക തട്ടിപ്പുകാരായിപ്പോയി. അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ എന്നെ കോൺടാക്റ്റ് ചെയ്തത് UK NHSലെ ഒരു ട്രസ്റ്റിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തെ ഏതോ ഒരു ഏജൻസി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് കൊടുക്കണം, അതിനുശേഷം ബാക്കി പൈസ ജോലിക്ക് കയറിയതിന് ശേഷം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉഡായിപ്പ് പരിപാടികളായിട്ട് NHSലേക്ക് ഒരു കാരണവശാലും ഏജൻസി വഴിയായിട്ട് ഇതുപോലെ പണം വാങ്ങിച്ചുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത്തരം തട്ടിപ്പുകാർക്ക് പൈസ കൊടുക്കരുത്. UK ഇപ്പോൾ വിസ ഇപ്പോൾ വളരെയധികം കുറവ് വിസകൾ മാത്രമേ UK കെയർ സെക്ടറിലേക്ക് അനുവദിക്കുന്നുള്ളൂ. ഗവൺമെൻറ് കർശനമായ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് വിസ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പ് ഏജൻസികളും UK കുറേ തട്ടിപ്പ് നടത്തുന്ന മലയാളികളുണ്ട്. ഇവരുടെ ഒന്നും വലയിൽ പോയി വീഴരുത്. പൈസ പോയിട്ട് എൻ്റെ അടുത്ത് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു വന്നാൽ ഞാനും നിസ്സഹായനാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുടെ പുറകെ നടന്ന് തട്ടിപ്പ് കാര്യങ്ങൾ അറിയിച്ച് നമ്മൾ തന്നെ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ പോയി നിങ്ങൾ വീഴരുത്. ദയവ് ചെയ്ത് നാട്ടിലുള്ള ആൾക്കാരോട് പ്രത്യേകം പറയുക. UK മലയാളികളും ഇതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ തട്ടിപ്പുകാർക്ക് നിങ്ങൾ പൈസ കൊടുക്കരുത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.